തൃപ്പൂണിത്തുറ മെട്രോ ടെർമിനൽ തുടങ്ങിയതിനു ശേഷമുള്ള എൻ്റെ ആദ്യ മെട്രോ യാത്ര. സമീപമുള്ള പാർക്കിങ്ങിൽ എൻ്റെ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം മെല്ലെ അകത്തേക്ക് നടന്നു. ചില്ലിൻ്റെ വാതിലുള്ള ലിഫ്റ്റിൽ കയറി ടിക്കറ്റ് എടുക്കാനാണ് എൻ്റെ ലക്ഷ്യം. ടിക്കറ്റ് എടുക്കുവാനായി കൺകോട്ടിലെത്തി എനിക്ക് കാണാൻ സാധിച്ചത് ഒരു ഹോളിന് മുന്നിൽ 2 ഐരാവതം. ഹോളിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ പല കലാരൂപങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു മനോഹരമായ ചെറിയ മ്യൂസിയം. കുറച്ചു നേരം ഈ കലാരൂപങ്ങൾ ആസ്വദിച്ചു നിന്നതിന് ശേഷം ഞാൻ ടിക്കറ്റ് എടുക്കുവാനായി ഹാളിൻ്റെ പുറത്തേക്ക് നടന്നു. ATM പോലത്തെ ഒരു മെഷീനിൽ കൂടെ ഞാൻ ടിക്കറ്റ് കരസ്ഥമാക്കി. തൃപ്പൂണിത്തുറയിൽ നിന്ന് MG റോഡിലേക്കും തിരിച്ച് തൃപ്പൂണിത്തുറയിലേക്കുമുള്ള ടിക്കറ്റാണ് ഞാൻ എടുത്തത്. ഈ മെട്രോ സ്റ്റേഷൻ വളരെ വലുതായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് ചില്ലിൻ്റെ വാതിലുള്ള ലിഫ്റ്റിൽ കയറി ഞാൻ വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക്. ഓ മൈ ഗോഡ്, നമ്മൾ പോവേണ്ടിയിരുന്ന ട്രെയിൻ പോയി കഴിഞ്ഞിരിക്കുന്നു. ആഹാ, ഇത് വളരെ മനോഹരമായിരിക്കുന്നു. ഇതാണ് എൻ്റെ ടിക്കറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 80 രൂപയായി. അടുത്ത ട്രെയിൻ വരാൻ ഇനി 7 മിനിറ്റ്. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും റെയിൽപ്പാളം നോക്കിക്കൊണ്ടിരുന്നു. അതാ നമ്മുടെ ട്രെയിൻ. ആളൊഴിഞ്ഞ സീറ്റിൽ ഞാനൊരു ഇടം പിടിച്ചു. ഹോട്ടൽ ഇമ്പീരിയൽ റീജൻസി അതൊരു ബഹുനില കെട്ടിടമായിരുന്നു. റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. എൻ്റെ കൂടെ അർജുനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി 6ാമത്തെ നിലയിലേക്കുള്ള സ്വിച്ചും അമർത്തി. ബാർബിക്യൂ നേഷൻ്റെ ഫിയസ്റ്റയിലാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. ഇത്രയും വിശാലമായ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായി വളരെ കുറച്ച് ആളുകളെ കണ്ടോളൂ. വളരെ നല്ല ആംബിയൻസ് ആയിരുന്നു. നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനും ചൈനീസും ഒക്കെ ആയിട്ട് ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു. ബുഫേയിൽ സെർവ് ചെയ്യണ മെനുവും നമ്മളിരിക്കണ മേശപ്പുറത്തുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനായി ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സൂപ്പ് കൊണ്ടുവന്ന് തന്നെ. ഇതാണ് കൊറിയാൻഡർ ചിക്കൻ സൂപ്പ്. പേരറിയാത്തൊരു ചൈനീസ് ഡിഷായിരുന്നു. നല്ല രുചിയായിരുന്നു. തൊട്ടുപുറകെ പാനിപ്പൂരി വന്നു. പാനിപ്പൂരി കഴിച്ച തീരു മുമ്പ് തന്നെ ചിക്കൻ്റെ ഐറ്റംസ് എത്തി. ഹണി ചില്ലി, ചിക്കൻ ടിക്ക, അങ്ങനെ പല പല പേരിലുള്ള ചിക്കൻ ഐറ്റംസ് വന്നു തുടങ്ങി. ചിക്കനിൽ മുക്കി കഴിക്കാനായി സോസും പുതിന ചട്നിയും മയണൈസും എത്തി. അവർ കൊണ്ടുവച്ച വിഭവങ്ങൾ ഓരോന്നായി ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു തുടങ്ങി. ഈ വെജ് കബാബ് നല്ല ടേസ്റ്റായിരുന്നു. കുറേ ഐറ്റത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി. ചെമ്മീൻ മാവിലിട്ട് പൊരിച്ചെടുത്തത്. ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും കിട്ടും. ഞാൻ പക്ഷേ ഒരു പ്രാവശ്യം കഴിച്ചോളൂ. മട്ടനുണ്ട്, ചിക്കൻ ദം ബിരിയാണി, പപ്പടം.
അർജുനെ കുടിക്കുന്നത് ബിയറല്ല, ഇതൊരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്കാണ്. ചിക്കൻ ദം ബിരിയാണിയിലേക്ക് ചിക്കൻ കുറുമയുടെ ഗ്രേവി ഒഴിച്ച് കുഴച്ചടിക്കുകയാണ്. രണ്ടാമത്തെ ട്രിപ്പിൽ എഗ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മുട്ടക്കറിയും ചിക്കൻ കുറുമയും എടുത്തു. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ അർജുൻ്റെ മുഴുവൻ കോൺസെൻട്രേഷൻ ഭക്ഷണത്തിൽ തന്നെയായിരുന്നു. ഒന്നാമത്തെ ട്രിപ്പിൽ വെജിറ്റബിൾ നൂഡിൽസ്, മഞ്ചൂരിയൻ, വൈറ്റ് റൈസ്, ആലു, ദാല് ഒക്കെ കഴിച്ചു. നാലാമത്തെ ട്രിപ്പായിട്ട് ഞങ്ങൾ കഴിച്ചത് ഐസ്ക്രീമും കേക്കും പായസവും ഗുലാബ് ജാമും ഒക്കെ ആയിരുന്നു. ഒരു മൊയ്ത്തോസ് അവർ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു, പിന്നെ ഒരു മൊയ്ത്തോസ് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചു. ഒരു പ്ലേറ്റിന് ഏകദേശം 850 രൂപയായിരുന്നു. കറക്റ്റായിട്ട് അറിയില്ല, 900 താഴെയായിരുന്നു. ഇവരുടെ കേക്കും ഐസ്ക്രീമും ഒക്കെ എല്ലാം കിടിലൻ സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റൊരു ഫുഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ.